നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം വരുമാനമുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണ്? വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സോക്കർ പ്ലേയേഴ്സ് 2025 ഫോബ്സ് മാഗസിൻ അതിൻ്റെ കണക്ക് പുറത്തുവിടുന്നു. 10ാം സ്ഥാനത്ത് ലാമീൻ യമാലാണ്. യമാലിന് $43 മില്യൺ ഒരു വർഷം ലഭിക്കുന്നത്, അതായത് 2025 ലഭിക്കുന്നത്. അദ്ദേഹത്തിന് ഓൺ ഫീൽഡിൽ നിന്ന്, കളിക്കളത്തിൽ നിന്ന് $33 മില്യൺ, ഓഫ് ദി ഫീൽഡിൽ നിന്ന് $10 മില്യൺ ലഭിക്കുന്നത്. 9ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാമാണ്. $44 മില്യൺ അദ്ദേഹത്തിൻ്റെ വരുമാനം. 22കാരനായ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരത്തിന് കളിക്കളത്തിൽ നിന്ന് $29 മില്യൺ ലഭിക്കുമ്പോൾ കളിക്കളത്തിന് പുറത്തു നിന്ന് $15 മില്യൺ ലഭിക്കുന്നു. 8ാം സ്ഥാനത്ത് അൽ നസറിൻ്റെ സെനഗലീസ് സൂപ്പർ താരം സാദിയോ മാനെയാണ്. $54 മില്യൺ അദ്ദേഹത്തിൻ്റെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. കളിക്കളത്തിൽ നിന്ന് $50 മില്യൺ, കളിക്കളത്തിന് പുറത്തു നിന്ന് $4 മില്യൺ അദ്ദേഹത്തിൻ്റെ വരുമാനം. 7ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരം മോ സലയാണ്. 33കാരനായ താരത്തിന് $55 മില്യൺ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. ഓൺ ദി ഫീൽഡിൽ നിന്ന് $35 മില്യൺ, ഓഫ് ദി ഫീൽഡിൽ നിന്ന് $20 മില്യൺ. അതേസമയം 6ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയറാണ്. 25കാരനായിട്ടുള്ള താരത്തിന് $60 മില്യൺ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. $40 മില്യൺ കളിക്കളത്തിനകത്തു നിന്നും $20 മില്യൺ കളിക്കളത്തിന് പുറത്തു നിന്നും. 5ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡാണ്. 25കാരനായ താരത്തിന് $80 മില്യൺ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. $60 മില്യൺ കളിക്കളത്തിനകത്തു നിന്നും $20 മില്യൺ കളിക്കളത്തിന് പുറത്തു നിന്നും. 4ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ്, റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം. 26കാരനായിട്ടുള്ള താരം. അദ്ദേഹത്തിൻ്റെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് $95 മില്യൺ എന്ന് പറഞ്ഞാൽ കളിക്കളത്തിനകത്തു നിന്ന് $20 മില്യൺ, കളിക്കളത്തിന് പുറത്തു നിന്ന് $25 മില്യൺ. 3ാം സ്ഥാനത്ത് കരീം ബെൻസീമയാണ്. ഇപ്പോൾ അൽ ഇത്തിഹാദിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 37കാരനായ ഫ്രഞ്ച് സൂപ്പർ താരത്തിൻ്റെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് $104 മില്യൺ. കളിക്കളത്തിൽ നിന്ന് $100 മില്യൺ, കളിക്കളത്തിന് പുറത്തു നിന്ന് $4 മില്യൺ അദ്ദേഹത്തിൻ്റെ വരുമാനം. 2ാം സ്ഥാനത്താണ് ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സി. 38കാരനായ താരത്തിൻ്റെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് $130 മില്യൺ. കളിക്കളത്തിനകത്തു നിന്ന് $60 മില്യൺ, കളിക്കളത്തിന് പുറത്തു നിന്ന് $70 മില്യൺ. അതേസമയം 1ാം സ്ഥാനത്ത് അൽ നസറിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വരുമാനം 2025 വരുമാനം കണക്കാക്കിയിരിക്കുന്നത് $280 മില്യൺ എന്ന് പറഞ്ഞാൽ മെസ്സിക്ക്, 2ാം സ്ഥാനത്തുള്ള മെസ്സിക്ക് $130 മില്യൺ ഉള്ളൂ. അതിൻ്റെ ഇരട്ടിയിലധികം $280 മില്യൺ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. 40കാരനായിട്ടുള്ള അൽ നസർ സൂപ്പർ താരത്തിൻ്റെ ഓൺ ദി ഫീൽഡിലെ വരുമാനം $230 മില്യൺ, കളിക്കളത്തിന് പുറത്തു നിന്ന് $50 മില്യൺ അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ടാണ് കണക്ക്. ഏതായാലും ഫോബ്സിൻ്റെ കണക്കനുസരിച്ച് ഫുട്ബോൾ ലോകത്ത് 2025 ഏറ്റവും അധികം സാലറി വാങ്ങിക്കുന്ന കളിക്കാരൻ, ഏറ്റവും അധികം വരുമാനമുള്ള കളിക്കാരൻ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.